ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൺ ബ്രെയിൻ മസാലയാണ്. മട്ടൺ ബ്രെയിൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം മട്ടൺ ബ്രെയിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 5-6 ബ്രെയിൻ വരും. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ മട്ടൺ ബ്രെയിൻ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മട്ടൺ ബ്രെയിന് ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒത്തിരി അങ്ങ് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബ്രെയിനൊക്കെ കൊഴിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു ഫ്രൈങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 മുട്ടയിട്ട് ഒന്ന് ചിക്കി എടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ബ്രെയിൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ ഇവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചമുളക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സവോളയൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ടും ചേർക്കാം. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ്. അപ്പോൾ ഈ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഇത്ര അളവ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടുതൽ വേണം എന്നുണ്ടാവും, ചിലർക്ക് കുറച്ച് മതിയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ബ്രെയിൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്തതിന് ശേഷം ഈ മസാലയിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് വേവിക്കണം. ഇനി ഇതൊരു തവി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിങ്ങനെ മുഴുവനെ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മസാലയിൽ പൊതിഞ്ഞ് നന്നായിട്ട് വേവട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളമൊക്കെ തോർത്തി നന്നായിട്ട് ഉലർത്തിയെടുക്കുക. നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചിക്കിയതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പാണ് കറിവേപ്പിലയും കടുകും ഒക്കെ ചേർത്ത് കൊടുക്കാറ്. നമ്മൾ സാധാരണ കറിവേപ്പില കഴുകിയിട്ടാണല്ലോ ഇടാറ്. അപ്പോൾ അങ്ങനെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെയിൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബ്രെയിൻ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.